വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മളൊരു വീഡിയോയുമായി വന്നിക്കാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കഥ പറയാം കേട്ടോ. അപ്പോൾ കഥയിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് കഥയിലേക്ക് പോവാം. എൻ്റെ കഥയുടെ പേരാണ് വിസ്മയം തീർത്ത കാരുണ്യം. മക്ക നഗരം വിജനമാണ്. മനസ്സിലേക്ക് ഉള്ളിലധിക്കുന്ന കാലച്ച ഓരോ മണത്താരെയും കൊതിച്ചു പോകുന്നു. ആ മാതൃഭാഷ എന്നിലായിരുന്നെങ്കിൽ ആ കാലച്ച മറ്റാരുടേതുമല്ല, ലോകാരൂപമായ തിരുനബിയുടെയായിരുന്നു. മദീനയിലൂടെ നടന്നു നീങ്ങുകയായിരുന്നു തിരുനബി. കാടിൻ്റെ അടുത്തെത്തിയപ്പോൾ ഒരു ഏങ്കരച്ചിലിൻ്റെ ശബ്ദം. തങ്ങൾ ചുറ്റും നോക്കി. അപ്പോൾ അതാ ഒരു മാൻപേടൻ കിടന്നുറങ്ങുന്നു. തൻ്റെ അരികിൽ വലയിലാകപ്പെട്ട ഒരു മാൻപേട തങ്ങളെ കണ്ടതോടെ കരച്ചിലിൻ്റെ ശബ്ദം കൂട്ടാൻ തുടങ്ങി. ആ മാൻപേട കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ, ഞാൻ പ്രസവിച്ച് 3 ദിവസമേ ആയിട്ടുള്ളൂ. മക്കൾക്ക് ഭക്ഷണം തേടി വന്നതാം ഞാൻ. അവർക്ക് മുലയോട്ടി ഉടനെ തിരിച്ചു വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മലമേടനോട് പറഞ്ഞു, ഈ മാനിനെ അഴിച്ചുവിടുക. അതിൻ്റെ കുട്ടികൾക്ക് മുലയോട്ടി ഉടനെ തിരിച്ചു വരും. മലമേടൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹാ ഹാ ഹാ, ഈ മാൻ പോയി തിരിച്ചു വരുമെന്നോ? മലമേടൻ ഒന്ന് ആലോചിച്ചത് കൊണ്ട് പറഞ്ഞു, അതെ, അതിന് നിങ്ങൾ ജാമ്യം നിൽക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതെ, ഞാൻ ജാമ്യം നിൽക്കാം. ഈ മാൻ പോയി തിരിച്ചു വന്നില്ലെങ്കിൽ ഇതിന് പകരമായി നിന്റെ തല ഞാൻ അറുത്തു കളയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. മലമേട് ആ മാനിനെ അഴിച്ചു വിട്ടു. മാൻ ഓടി മറിഞ്ഞു. പഠന സമയം കഴിയാൻ നിമിഷങ്ങൾക്ക് മാത്രം ബാക്കി. മലമേടിന്റെ കടാര പുന്നാന തങ്ങളുടെ കഴുത്തിലേക്ക് നിന്നു. അപ്പോൾ അതാ പൊടിപടലങ്ങൾ പരത്തി ആ മൽപ്പാട തിരിച്ചെത്തി. മലമേട് നമ്പരുത് പോയി. ഇതെന്തൊരു അത്ഭുതം! ഉടനെ മലമേട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാനാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഉടനെ തന്നെ അയാൾ ഇസ്ലാം മതം സ്വീകരിക്കുകയും ആ മാനിനെ അഴിച്ചുവിടുകയും ചെയ്യും. അപ്പോൾ ഇത്രയുള്ളൂ എൻ്റെ കഥ. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.